നമസ്കാരം. വളരെ പ്രതീക്ഷകളോടെ പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. മറ്റന്നാൾ നവംബർ 1. നവംബർ മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മാസം ചില നാളുകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ പ്രവേശിക്കാനായി പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രധാനമായും ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ദിവസം തന്നെയാണ്, അഥവാ ദിവസങ്ങൾ തന്നെയാകുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു, നവംബർ മാസവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഉച്ചസ്ഥിതിയിൽ തുടരുന്നതും രാഹുവിന്റെ 11 സഞ്ചാരവും ഗുണകരം തന്നെയാണ്. വരുമാന മാർഗം കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ ചില കാര്യങ്ങളിൽ ആശങ്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം സഹകരണം വളരെ മികച്ചതായി തീരും. വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ പുതുവാഹനമാണ് എങ്കിലും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വീട്ടിൽ സമാധാനം പുലരുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ സാധിക്കും. കൂടാതെ ചില പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങിയതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഇച്ഛാശക്തിയും ഈ സമയം വന്നു ചേരാം. പല കാര്യങ്ങളിലും, പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുക. പലരിൽ നിന്നും സഹായം അല്ലെങ്കിൽ സഹകരണം ലഭിക്കുന്നതായ സമയമാകുന്നു. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം തന്നെയാണ്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭരണി. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അനുകൂലം തന്നെയാണ്. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ടും തരക്കേടില്ലാത്ത ലാഭം ജീവിതത്തിലേക്ക് വന്നു ചേരാം. കലാപരമായി ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും ലഭിച്ചു എന്ന് വരാം. കൂടാതെ ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ അമളി തിരുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണും. ദാമ്പത്യ സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പഠന പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ചെലവിന്റെ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവരുമായി അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും എങ്കിലും ചില തർക്കങ്ങൾ അല്ലെങ്കിൽ വിഷമതകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യപരമായും കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയം തന്നെയാണ്. കൂടാതെ പ്രവർത്തന ശൈലി അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പഠന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും. വരുമാന മാർഗങ്ങൾ പുഷ്ടിപ്പെടുത്തുവാൻ സാധിക്കും. കൂടാതെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വേണ്ടപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുക, സഹായം ലഭിക്കുക, നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുക. ബിസിനസ് പരമാണ് എങ്കിലും കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാവുന്ന മാസം തന്നെയാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കഴിവുകൾ തിരിച്ചറിയുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പുരോഗതിയിൽ സന്തോഷിക്കുവാൻ സാധിക്കും. പല തന്ത്രങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതികൾ ലഭിക്കാം. രാഷ്ട്രീയപരമായി വിജയങ്ങൾ നേടുക, മറ്റു വിജയങ്ങൾ നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെടുകയും ആദായം ലഭിച്ചു തുടങ്ങാം. ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ ആശയക്കുഴപ്പങ്ങൾ തീർക്കുവാൻ സാധിക്കുക, ചില വഴക്കുകൾ, തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാണ്. ധനപരമായ ചില സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്.
കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ പലരും സഫലീകരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ ചുമതലകൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ചില ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. ഈ സമയം പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ, പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ക്ഷേത്ര ദർശനങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല വാഗ്ദാനങ്ങളും പാലിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പല വ്യക്തികളിൽ നിന്നും ആശ്വാസം, അതായത് തകർച്ച നേരിടുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങളിലോ അവർ ഒപ്പം നിൽക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കരുതലോടെ തന്നെ മുന്നോട്ട് പോകണം, പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ. ഈ സമയം നിങ്ങൾക്ക് വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാവുന്നതുമാണ്. ഈ സമയം സാഹചര്യങ്ങൾ അനുകൂലമായി തീരാം. ലഘു പ്രയത്നത്തിലൂടെ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. കർമ്മരംഗത്തും സ്വാധീനം പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം വളർച്ചയ്ക്കായുള്ള സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഏകാഗ്രത പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവീര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭാവിയിൽ ഗുണകരമായ പല മാറ്റങ്ങളും കടന്നു വരാവുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഗൃഹവുമായി ബന്ധപ്പെട്ട് സമാധാനം വന്നു ചേരാം. കൂടാതെ സഹകരണം പല കാര്യങ്ങളിലും ഗുണകരമായി തീരും. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വായ്പകൾ അനുകൂലമായി തീരുന്ന സമയമാണ്. പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് കരുതൽ വേണ്ട ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ന്യായമായ ആവശ്യങ്ങൾ തടസ്സപ്പെടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ആനുകൂല്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും വേണ്ടപ്പെട്ടവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. ദൈവിക സമർപ്പണങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പണച്ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പ്രണയം, ദാമ്പത്യം തുടങ്ങിയ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ ക്ലേശങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വാഹനങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ഈ സമയം വാങ്ങുവാൻ സാധിക്കുക, ശുഭവാർത്തകൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ നോക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്കും അനുകൂലം തന്നെയാണ്. പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും പിന്തുണ വർദ്ധിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗം അനുകൂലമായി തീരാം. ഭൗതിക സാഹചര്യം പോലും അഭിവൃദ്ധിപ്പെടുന്നതാണ്. കലാപരമായും പുഷ്ടിപ്പെടുന്ന സമയമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയും പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അംഗീകാരങ്ങൾ, പാരിതോഷികങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ഈ സമയം സഹായഹസ്തങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ തേടിയെത്താം. എന്നിരുന്നാലും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില തർക്കങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വാഹനം മാറ്റി വാങ്ങുക അല്ലെങ്കിൽ വാഹനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ചതായ മറ്റ് വസ്തുക്കൾ വാങ്ങുക, ശുഭവാർത്തകൾ തേടിയെത്തുക, താൽക്കാലികമായാണ് എങ്കിലും തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സമാധാനം നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മനസ്സമാധാനം വീണ്ടെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് നവംബർ മാസം. അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടങ്ങൾ അല്പം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. കൂടാതെ ഈ സമയം ലക്ഷ്യപ്രാപ്തി വന്നു ചേരാവുന്നതാണ്. ഉപദേശങ്ങൾ പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം.
അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിച്ചതായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഭാഗികമായി ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കലാരംഗത്തുള്ളവർക്കും കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. അഭിനന്ദിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം പ്രണയികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. ചില കാര്യങ്ങൾ തൊഴിൽപരമായ മാറ്റമോ ബിസിനസ് പരമായ മാറ്റമോ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു സമയം തന്നെയാണ്. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാം. ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയപരമായ കാര്യങ്ങളിലും സംതൃപ്തി വന്നു ചേരുക, സമയം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. മൂലം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് സമാധാനം വന്നു ചേരുക, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക, പല കാര്യങ്ങളും അനുകൂലമായി തുടരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തിക കാര്യങ്ങളും അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കുന്ന സമയം തന്നെയാണ്. പ്രവർത്തിക്കാനുള്ള ഊർജം കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ആഗ്രഹിച്ചതായ ചില വസ്തുക്കൾ വാങ്ങുന്നതിനോടൊപ്പം നിങ്ങൾ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനും സാധ്യതകൾ കൂടുതലാകുന്നു. ധനം അല്പമൊന്ന് ചെലവാകുവാൻ സാധ്യത, പണച്ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. കലാകാരന്മാർക്കും അനുകൂലം തന്നെയാണ് അവസരം, സാഹചര്യം എന്ന് തന്നെ മനസ്സിലാക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ, സ്വീകാര്യത വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പ്രത്യേകിച്ചും പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയും അംഗീകാരങ്ങൾ തേടിയെത്തുന്ന സമയമാണ്. ഉന്നതരിൽ നിന്നും പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രവർത്തന ശൈലി മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാൻ, പ്രശംസ നൽകുവാൻ സാധിക്കും വിധമായിരിക്കും. യാത്രകൾ, സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയം തന്നെയാണ്. അതായത് യാത്രകളിലൂടെയോ മറ്റോ സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. വായ്പകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചില തർക്കങ്ങൾ ഉടലെടുക്കുവാനും അത് പരിഹരിക്കുവാനും സാധിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശോഭിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അതായത് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ഏകാഗ്രതയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് മുൻപിലുള്ളത്. ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന സമയമാണ്. പ്രോത്സാഹനം ലഭിക്കുന്നതായ സമയം, സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയവും ബന്ധങ്ങളിൽ ദാഢ്യം വർദ്ധിക്കുന്ന സമയമാണ്. കടബാധ്യതകൾ അല്പമൊന്ന് ക്ലേശിപ്പിക്കുവാൻ സാധ്യത കൂടുതലാണ്. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് പുഷ്ടിപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. യാത്രകൾ മൂലം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാഹചര്യം അനുകൂലമാകാം. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാം. വിവാഹ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഇവർക്ക് ഒഴിഞ്ഞു പോകുന്നതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് പഠനത്തിൽ കൂടുതൽ മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചെലവ് അല്പം വർദ്ധിക്കും എങ്കിൽ പോലും ധനവരവ് മോശമാകില്ല എന്ന കാര്യം ഓർക്കുക. വായ്പ പോലുള്ള കാര്യങ്ങൾ അനുകൂലമായി തീരാം. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും.